എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. ഇതൊരു ട്രഡീഷണൽ റെസിപ്പി അല്ല. തലേന്ന് മാവ് അരച്ച് വെക്കാൻ മറന്നു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ വളരെ പെട്ടെന്നൊരു വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കണമെങ്കിലോ യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബൗളിലോട്ട് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 2 വട്ടയപ്പമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഒരെണ്ണം മതിയെന്നുണ്ടെങ്കിൽ പകുതി ക്വാണ്ടിറ്റി യൂസ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിൽ കൂടുതലായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിത് നിറച്ചാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ചേർത്താൽ അധികം മധുരമില്ലാത്ത സ്റ്റൂവിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പാകത്തിനായിരിക്കും മധുരം ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൽ കൂടുതലായിട്ട് ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാധാരണ ഈസ്റ്റുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കഴിഞ്ഞ അപ്പത്തിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടപ്പത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഉപ്പും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ അരച്ചെടുക്കുക. ഒരുപാടിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിങ് ഒരുപാട് ചൂടായി പോകും. അപ്പോൾ നമ്മൾ ആദ്യത്തെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയിരിക്കുന്ന മാവും അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇത് മിക്സാക്കി എടുക്കാം. ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാനായിട്ട് ഞാൻ കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലോട്ട് ഈ ബാറ്റർ മാറ്റി കൊടുക്കുകയാണ്. ബൗൾ തീരെ ചെറുതായിരുന്നു. ബാറ്ററിന് ഇത്രയും കട്ടി വേണ്ട. അപ്പം നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കണം. അതിനായിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബാറ്റർ ഒരുപാട് അങ്ങ് ചൂടാവാനും പാടില്ല, ഒത്തിരി അങ്ങ് തണുത്തതാവാനും പാടില്ല. ചെറിയൊരു ചൂട് വേണം. അപ്പോൾ ഞാൻ lukewarm വാട്ടറാണ് ചേർത്ത് കൊടുത്ത് ഈ ഒരു പരുവത്തിനാണ് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഇതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എടുക്കും. കുറച്ച് ബിസി ആയത് കാരണം ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ ഇത് വെച്ച് പോയി. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് അങ്ങ് ഫെർമെൻ്റ് ആയിപ്പോയി. ഇത്രയും അങ്ങോട്ട് ആകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളൊരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ മാത്രം ഇത് വെച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കലക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള വട്ടയപ്പത്തിനായിട്ട് 1/4 കപ്പെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് സ്റ്റൂവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പാകത്തിന് അധികം മധുരമില്ലാത്ത അളവിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു കേക്ക് ടിന്നിലോ നെയ്യ് പുരട്ടുക. ഈ സമയത്ത് നമ്മൾ വെള്ളം ചൂടാകാനായിട്ട് ഒരു ഇഡലി കുട്ടകത്തിൽ വെക്കുക. പ്ലേറ്റിൻ്റെ പകുതി ഭാഗത്തിന് മാത്രം നമ്മൾ മാവ് ചേർത്ത് കൊടുക്കുക. കാരണം ഇതിന് പൊങ്ങി വരും. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ആണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഹൈ ഫ്ലെയിമിൽ 20 മിനിറ്റ് ആണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രഡീഷണലി ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിൻ്റെ തലേന്ന് അരച്ച് വെച്ചുണ്ടാക്കുന്ന വട്ടയപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല. എങ്കിലും സ്റ്റൂവിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിത് ചൂടോടെ മുറിക്കുകയും കഴിക്കുകയും ഒന്നും ചെയ്യരുത്. നല്ലപോലെ തടുത്തതിന് ശേഷം മാത്രം ഇത് മുറിക്കുകയും സെർവ് ചെയ്യുകയൊക്കെ ചെയ്യുക. സെയിം ബാറ്റർ ഉപയോഗിച്ച് ഇതേ വലുപ്പത്തിൽ ഒരെണ്ണം കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.